എന്താ പറഞ്ഞത് ഇപ്പൊ? അവന്റെ വെളുപ്പിലാണ്. എവന്റെ? ശ്രീകുട്ടന്റെ. ശ്രീകുട്ടൻ ഋതുവിന്റെ ആരാ? ആര്? മാമനെയാണ് അവനെന്ന് പറയണത്? അല്ല, പിന്നെ മാമാന്ന്. അച്ഛനും അമ്മയും ഞാനും കൂടി എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ? മാമനൊരു ഗിഫ്റ്റ് മേടിക്കാൻ പോവുക. കോടിപ്പടിയിൽ ചാടിക്കേറി ഞാൻ തന്നെ ഫസ്റ്റ് അടിച്ചു. അച്ഛനും അമ്മേനെ പുറകെ നടന്ന് വരുന്നതേ ഉള്ളൂ. നമ്മൾ വന്നത് വിളിച്ചു ഉൾക്കരയിലോട്ടാണ് കേട്ടാ. മാമന് ഇവിടെ ഡ്രസ്സ് എടുക്കണം, അതിനെന്നിട്ടാ ഇങ്ങോട്ട് വന്നത്. അവർ വരുമ്പോഴത്തേക്ക് ഞാൻ തള്ളിത്തൊണ്ട അകത്തോട്ട് കയറി. പിന്നീട് അവിടെ സേഫ്റ്റികളായിട്ട് നിൽക്കുന്ന ചേച്ചി എന്നെ മുകളിലോട്ട് കൊണ്ടുപോയി. അച്ഛനും പുറകെ വരുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഷർട്ട് മേടിക്കണോ അതോ ടീഷർട്ട് മേടിക്കണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു അച്ഛനും അമ്മയ്ക്ക്. പക്ഷേ ഏത് കാർട്ടൂൺ കാണണം എന്ന കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ചെന്നപ്പോഴാണ് മാറി കാർട്ടൂൺ കാണാൻ കൂട്ടത്തിൽ തിരക്കേടില്ലെന്ന് തോന്നിയവരുടെ അടുത്ത് ഞാനും കൈ പിടിച്ചവിടെ മാറിയിരുന്നു. അപ്പോഴല്ലേ നോക്കിയപ്പോൾ കണ്ടത് ഒരു ആൻറ്റി ഒറ്റയ്ക്ക് നിൽക്കുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് ഓടിച്ചത് ആൻറ്റിക്ക് കൈയൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ ചില കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെയാണ്. എനിക്ക് ആൻറ്റീനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. തലേ മുടിയൊന്നും ഇല്ലെങ്കിലും ആൾ കൊള്ളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൈവിടാമേ തോന്നുന്നുണ്ടായിരുന്നില്ല. അച്ഛനെ എൻ്റെ ഇടയ്ക്ക് ബില്ലും കാശൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ ആൻറ്റിനെ വീട്ടിൽ കൊണ്ടുപോയി കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ ആങ്കിള് മേടിച്ച സാറ് മാത്രമാണെന്നുള്ളൂ, അത് വീട്ടിൽ കൊടുത്ത് വിടൂലാന്ന് പറഞ്ഞു. അങ്ങനെ മേടിച്ച സാധനങ്ങളൊക്കെ വാങ്ങി പോകാൻ നേരം ആൻറ്റിക്ക് കെട്ടിപ്പിടിച്ച് മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ കസേരയ്ക്ക് എന്നിട്ട് പോലും എനിക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ തൊട്ട തലോടിയൊക്കെ നിന്ന് ബായിയൊക്കെ പറഞ്ഞ് അങ്ങനത്തെ വീട്ടിൽ വന്ന് മാമന് ഗിഫ്റ്റൊക്കെ കൊടുത്തു. പക്ഷെ മാമന് ഫേസ് കാണിക്കുന്നില്ല. കാരണം എൻ്റെ മാമൻ ഫെയിമും ഫാൻസിനും ആദരിക്കാത്ത ആളാണ്.